ഗൗരിക്കിത് ദുരന്തങ്ങളുടെ പെരുമഴക്കാലം. ഗൗരി ശങ്കരം അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലേക്ക്. ആദ്യം തന്നെ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ആദർശും രഞ്ജുവും തമ്മിലുള്ള ആ രംഗം തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ രഞ്ജു ഇങ്ങനെ ആദർശിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആദർശേട്ടനോടുള്ള ഭ്രാന്തമായ പ്രണയമാണ് എന്നെ ഇപ്പോൾ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ രഞ്ജുവിൻ്റെ കയ്യും പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ശങ്കറും ഗൗരിയും തമ്മിലൊരു ഡിന്നർ, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് തന്നെയാണ് നമ്മൾ എപ്പിസോഡ് എന്തെങ്കിലും കാണിച്ചത്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ശങ്കർ എല്ലാവരോടും ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ, ക്യാൻഡിൽ കത്തിച്ച് നമുക്ക് കഴിക്കാമെന്നിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ അഭിപ്രായം ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഇതിന് സമ്മതിക്കുകയും ശേഷം മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇവർ ആ ക്യാൻഡിൽ ഡിന്നർ കഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ശങ്കറിനെ പോലത്തെ ശങ്കർ മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ നന്ദിനിയമ്മ നമ്മുടെ വേണിയോട് ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ, ശങ്കറിൻ്റെയും ഗൗരിയുടെ ഒപ്പം നിങ്ങൾ രണ്ടും ആദർശും വേണിയും കൂടി ടൂറിന് പോകണം എന്നിങ്ങനെ നന്ദിനിയമ്മ പറയുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗരിക്ക് ദുരന്തങ്ങളുടെ ആ ഒരു പെരുമഴക്കാലം എന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. വേറൊന്നുമല്ല, ആദർശിൻ്റെ ജീവിതം ഇനി എങ്ങനെയൊക്കെയായി തീരുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ആദർശ് ഒരു ആടിക്കളിക്കുകയാണ്, അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആദർശ് എടുക്കുന്നില്ല. അത് ആദർശിൻ്റെ ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തെറ്റിൽ നമ്മുടെ വേണിയുടെ ജീവിതമാകോ നശിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗൗരിയുടെ സമാധാനം തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. ഏട്ടൻ്റെ ഒരു ജീവിതത്തിലെ ഒരു പരാജയം എന്ന് പറയുമ്പോൾ അത് സ്വന്തം ജീവിതത്തിലെ ഒരു ദുരന്തം കൂടിയാണല്ലോ. പിന്നീട് നമ്മുടെ വേറൊരു ദുരന്തം വരാൻ പോകുന്നത് നമ്മുടെ ധ്രുവൻ്റെ തന്നെയാണ്. ഇവർ ഈ ട്രിപ്പിന് പ്ലാൻ ചെയ്യുമ്പോൾ ട്രിപ്പിന് പോണ വഴിയാണ് നമ്മുടെ ധ്രുവനെ കാണുന്നതായിട്ടാണ് നമ്മുടെ വീക്ക്ലി പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പോകും വഴി ധ്രുവനെ കാണുകയും ധ്രുവൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെയാകും ആ ഒരു പ്രതികാരം, ഒരു പകപോക്കൽ എങ്ങനെയൊക്കെയാകും തിരിച്ചടി കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഗൗരിയും ശങ്കറും ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.